Hi friends, welcome back to my channel One Malicious. കുറേ പേര് ലൂമിസ് മെത്തേഡിൻ്റെ ട്യൂട്ടോറിയൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ലൂമിസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫേസ് വരയ്ക്കുക, എങ്ങനെയാണ് ഹെഡ് വരച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണേ. നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ കൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഒരു ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അങ്ങനെ 2-3 പാർട്ടായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ 2-3 ഡയറക്ഷനിലേക്കുള്ള ഫേസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ഫേസ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഒരു ലൈനിലാണ് നമ്മുടെ ഐസ് വരിക. അപ്പോൾ നമ്മൾ ഓരോ ഡയറക്ഷനിലേക്ക് ഫേസ് തിരിയും തോറും അതിൻ്റെ ഡയറക്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ കണ്ണിൻ്റെ ആ ഒരു പൊസിഷൻ മാറിയതുണ്ട്. അതുപോലെ ഈ സൈഡിലേക്ക് തിരിയുമ്പോഴും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടാണ് നമ്മൾ ലൂമിസ് മെത്തേഡിൽ ചെയ്യാം. നമുക്ക് പേപ്പറിൽ ഇനി വരച്ച് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ആ ബോൾ കണ്ട പോലെ ഒരു സർക്കിൾ ആദ്യം തന്നെ വരയ്ക്കണം. ഈ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കൂടെ ഒരു ക്രോസ് പോലെ ലൈൻസ് വരച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ നിന്ന് 2 പോർഷനിൽ നിന്നും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ആ ഒരു സ്പിയറായിട്ട് നമ്മൾ വേണം ഇമാജിൻ ചെയ്തിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് 2 പോർഷനിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ആ ലൈൻസ് എൻഡ് ചെയ്യണ സ്ഥലത്ത് 2 പോർഷനിൽ ഞാൻ അവിടെ വരച്ചു. അതിൽ മുകളിലത്തെ ഹെയർ ലൈൻ, നടുവിൽ നമ്മുടെ ബ്രോ ലൈൻ, ഐബ്രോസൊക്കെ അവിടെയാണ് വരാം. പിന്നെ താഴെയുള്ളത് നോസിൻ്റെ ലൈൻ. പിന്നെ ആ നോസിലേക്കുള്ള ബ്രോ ലൈനിൽ നോസിലേക്കുള്ള ആ ലെങ്ത് തന്നെയായിരിക്കും താഴെ ചിന്നിലേക്ക് വരുന്നത്. അതും കൂടി മെഷർ ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് മെഷർ ചെയ്തെടുക്കാം. ഇതായിരിക്കും എല്ലാ ഫേസിൻ്റെ റേഷ്യോസ്. അപ്പോൾ ഇനി നമ്മൾ പല ഡയറക്ഷനിലേക്ക് ഉള്ള ഫേസസ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എപ്പോഴും എല്ലാത്തിനും ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കണം. പിന്നെ ഏത് ഡയറക്ഷനിലേക്കാണോ ഫേസ് തിരിഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ഈ സെൻറ്റർ ലൈന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഫേസാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിൽ ആദ്യം തന്നെ 2 ലൈൻസ് വരച്ചു. പിന്നെ ബാക്കി പോർഷൻസ് നമുക്ക് വേണ്ട, അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അതുപോലെ ആ കട്ട് ചെയ്ത പോർഷനിൽ നിന്ന് ലൈൻസ് വരച്ചിട്ട് മുകളിലത്തെ ഹെയർ ലൈനും പിന്നെ ഐബ്രോ ലൈനും പിന്നെ നോസ് ലൈനും മാർക്ക് ചെയ്തു. പിന്നെ താഴത്തേക്കുള്ള ചിന്നിൻ്റെ ലെങ്ത് എടുത്തിട്ട് അത് മാർക്ക് ചെയ്തു. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഐബ്രോ ലൈനിൽ നിന്ന് തുടങ്ങാം. ഈ ഷേപ്പായി തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേറെ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കണ ഏത് ഫേസാണോ അതിൻ്റെ ഷേപ്പിൽ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഐബ്രോസ് ആദ്യം വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം കണ്ണ് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോസ് ലൈനിൽ നോസ് വരച്ചെടുക്കുക. നോസൊക്കെ വരയ്ക്കണ വീഡിയോസൊക്കെ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. നോസും ലിപ്സും ഐസൊക്കെ വരയ്ക്കാമെന്നിട്ട് ഉള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ റഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ആ റേഷ്യോ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ ഇതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ഹെയറും കൂടി വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെവി വരുന്നത് നമ്മുടെ ഐബ്രോ ലൈനിൻ്റെ അവിടെ ആയിരിക്കും ആ ചെവി സ്റ്റാർട്ട് ചെയ്യണേ. അങ്ങനെ വേണം, ചെവിൻ്റെ പൊസിഷൻ അവിടെ ആയിരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ നമ്മൾ മാറ്റി കളഞ്ഞിട്ട് പിന്നെ നമ്മളതൊന്ന് ഷെയ്ഡ് ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ നോക്കി നിൽക്കുന്ന ഫേസ് ഇപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ക്ലിയർ ആയില്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു ഡയറക്ഷനിലേക്ക് നോക്കി നിൽക്കുന്ന ഫേസ് വരയ്ക്കാം. അപ്പോൾ നമുക്കിനി ഒരു റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഫേസാണ് ഇപ്പോൾ വരയ്ക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാ ചെയ്യണ പോലെ സർക്കിൾ വരച്ചു. പിന്നെ നമുക്ക് ഇനി അതിനെ 2ആയിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് വരച്ചു. പിന്നെ ഈ പോർഷനിലായിരിക്കും ഇവരുടെ നോസ് വരാം, കാരണം ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ പോലെ ഇതൊരു സ്പിയറായിട്ട് ഇമാജിൻ ചെയ്തിട്ട് സൈഡിൽ നിന്നാണ്, അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിൽ നിന്നാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആ പോർഷൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടു. നെക്സ്റ്റ് നമുക്ക് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഐസ് എവിടെയാണ് വരിക, നോസ് എവിടെയാണ് വരാമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, അവിടെയാണ് നമ്മുടെ ഐബ്രോ ലൈൻ വരിക. പിന്നെ താഴെ നമ്മൾ നോസ് ലൈൻ മാർക്ക് ചെയ്തു. പിന്നെ താഴത്തു നിന്ന് മെഷർ ചെയ്ത് ചിൻ ലൈൻ മാർക്ക് ചെയ്തു. പിന്നെ മുകളിലേക്ക് ഹെയർ ലൈനും കൂടി മാർക്ക് ചെയ്യുക, ഹെയർ എവിടെയാണെന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഐബ്രോസ് ഉള്ള ലൈനില്ല, ആ ലൈനിൻ്റെ നേരെ ആയിരിക്കും നമ്മുടെ ചെവി സ്റ്റാർട്ട് ചെയ്യണ സ്ഥലം. അപ്പോൾ ആ ഭാഗത്ത് തന്നെ ചെവി വരയ്ക്കുക. പിന്നെ നെക്സ്റ്റ് നമുക്ക് മൂക്ക് ആ നോസ് ലൈനിൻ്റെ അതുമ്പോൾ തന്നെ ഇതുപോലെ വരച്ചെടുക്കുക. താഴത്തേക്ക് ലിപ്സും പിന്നെ ആ ചിഹ്നം കൂടി വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ചെവി വരയ്ക്കാം, പിന്നെ അതുപോലെ ഹെയർ വരയ്ക്കാം. ആ ഹെയർ ലൈൻ മാർക്ക് ചെയ്ത പോലെ ഇതുപോലെ വരച്ചെടുക്കാം. പിന്നെ മറ്റേ ഐബ്രോ ലൈൻ്റെ അവിടെയാണ് ചെവി സ്റ്റാർട്ട് ചെയ്യുക, ആ പോർഷനിൽ ചെവി വരയ്ക്കുക. പിന്നെ ബാക്കി ഹെയറിൻ്റെ പോർഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമുക്കിങ്ങനെ സൈഡ് തിരിഞ്ഞിരിക്കണ ആംഗിളിലേക്കുള്ള ഫേസ് വരയ്ക്കാനായിട്ട്. ഇതുപോലെ പല ഡയറക്ഷനിലേക്കുള്ള ഫേസ് നമുക്കിതുപോലെ സിമ്പിളായിട്ട് ഈ ലൂമിസ് മെത്തേഡ് വഴി നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ ബേസിക്കായിട്ട് 3 ഡയറക്ഷനിലേക്കുള്ള ഫേസാണ് ഇതിൽ ഞാൻ ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ഡയറക്ഷനിലേക്കുള്ളത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ നേരെ നോക്കുന്നതല്ല, റൈറ്റ് സൈഡിലേക്ക് നോക്കുന്നതല്ല, അതിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു അങ്ങോട്ട് ഒരു ആംഗിളിൽ നോക്കി നിൽക്കുന്ന ഫേസാണ് നെക്സ്റ്റ് വരയ്ക്കാൻ പോണേ. അപ്പോൾ അതും കൂടി നമുക്ക് ഇന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതുപോലെ സർക്കിൾ വരച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്കൊരു ലെഫ്റ്റ് സൈഡിലേക്കും അല്ല എന്നാൽ നേരെയും അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ആംഗിളിൽ നോക്കിക്കുന്ന ഫേസാണ്. അപ്പോൾ ഇവിടേക്കായിരിക്കും ആ നോസ് ഫേസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡയറക്ഷനിലേക്ക് ഉണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡയറക്ഷനിലേക്ക് നോക്കിക്കുന്ന ഫേസാണ് നമ്മൾ വരയ്ക്കാൻ പോണേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ സെൻറ്റർ ലൈൻ നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. വീണ്ടും ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അവിടെയാണ് സെൻറ്റർ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇപ്പുറത്തൊരു നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയാറില്ലേ, ആ പോർഷൻ ഈ ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതായിട്ട് ഇമാജിൻ ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് മറ്റേ റേഷ്യോസ് തന്നെയാണ് നമ്മൾ സെൻറ്ററിൽ ആദ്യം മാർക്ക് ചെയ്തു, അതാണ് ബ്രോ ലൈൻ. പിന്നെ താഴത്തേക്ക് നമുക്ക് സാധാ ചെയ്യണ പോലെ നോസ് ലൈനും പിന്നെ താഴത്തേക്ക് ചിഹ്നും പിന്നെ മുകളിലേക്ക് ഹെയർ ലൈനും എല്ലാം മാർക്ക് ചെയ്തിട്ട് സാധാ പോലെ തന്നെയാണ് ഇതിലും വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളിതുപോലെ ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ താഴത്തേക്ക് വരച്ചു. എന്നിട്ട് നോസ് ലൈൻ മാർക്ക് ചെയ്തു, ഹെയർ ലൈൻ മാർക്ക് ചെയ്തു, ബ്രോ ലൈനും ഹെയർ ലൈനും അതുപോലെ നോസ് ലൈനും പിന്നെ താഴെ ചിഹ്നം മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. താഴെ ആ ചിഹ്നിൻ്റെ പോർഷൻ മുകളിൽ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സ്കെൽട്ടൺ ഉണ്ടാവില്ലേ, നമ്മുടെ തലോട്ടി, ആ സ്കള്ളിൻ്റെ ആ ഷേപ്പ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് വരയ്ക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് പിന്നെ അതിനെ ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ ഏകദേശം ആ സ്കള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് പിരികനും മൂക്കും എല്ലാം വരച്ച് റെഡിയാക്കി എടുക്കാം ഫേസ്. നമ്മൾ ആ ബ്രോ ലൈനിൽ ഐബ്രോസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ താഴെ കണ്ണ് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ആ നോസ് ലൈനിൻ്റെ അവിടേക്ക് ആദ്യം ഞാൻ നോസ് വരച്ച് തെറ്റിപ്പോയിട്ടുണ്ടാകും. നമ്മളെപ്പോഴും ആ നോസ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗത്തേക്ക് വേണം നോസ് വരയ്ക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വരയ്ക്കണം. അതിനുശേഷം ലിപ്സും കൂടി വരച്ചെടുക്കാം. നമ്മുടെ ഫേസ് ഈ ഡയറക്ഷനിലേക്ക് വരയ്ക്കാനുള്ള ഫേസ് എങ്ങനെയാണ് വരയ്ക്കാമെന്നും അപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി ഇതുപോലെ കുറേ ഡയറക്ഷനിലേക്ക് മുകളിലേക്ക് നോക്കുന്ന താഴത്തേക്ക് നോക്കി നിൽക്കുന്ന ഫേസ്, അങ്ങനെ പല ഡയറക്ഷനിലേക്കുള്ള ഫേസും ഇതുപോലെ നമുക്ക് ലൂമിസ് മെത്തേഡ് വെച്ചിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുപോലെ ഒരു ഫേസ് നമ്മൾ ഒരു റെഫറൻസ് ഇമേജ് വെച്ചിട്ട് അതെങ്ങനെ വരച്ചെടുക്കാമെന്ന് നമുക്ക് ലൂമിസ് മെത്തേഡ് വെച്ച് ചെയ്തെടുക്കാം. അതൊക്കെ അടുത്ത വീഡിയോസിലായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ഈ ഫേസ് ഇതുപോലത്തെ സർക്കിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അത് ഞാൻ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിടക്കാം. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇനി കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ നെക്സ്റ്റ് വീക്കായിട്ട് നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.